വയനാട് ദുരന്ത ബാധിതരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് പ്രിയങ്ക ഗാന്ധി എംപിക്ക് മറുപടി നൽകി കേന്ദ്രമന്ത്രി അമിത്ഷാ. വയനാടിന് കേന്ദ്ര സഹായമായി 145.6 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും SDRF ഫണ്ടിൽ 782.99 കോടി സംസ്ഥാനത്തിന് ബാക്കിയുണ്ടെന്നും അമിത്ഷാ മറുപടിയിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ശരത് ലാൽ ചേരുന്നു. ശരത്, എന്തൊക്കെയാണ് അമിത്ഷായുടെ മറുപടിയിൽ പറയുന്നത്? സംസ്ഥാനത്തെ പൂർണ്ണമായി കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മറുപടിയാണ് പ്രിയങ്ക ഗാന്ധിക്കും അതുപോലെ സംസ്ഥാന MPമാർക്കും ഒപ്പിട്ട് നൽകാൻ നിവേദനത്തിന് മറുപടിയുമായിട്ട് അമിത്ഷാ നൽകിയത്. ഇന്നലെ രാത്രിയോടെ തന്നെ ഇത് സംബന്ധിച്ച മറുപടി പ്രിയങ്ക ഗാന്ധിക്ക് എത്തിക്കുകയായിരുന്നു. പ്രിയങ്ക ഗാന്ധി ഈ മറുപടി ട്വിറ്ററിൽ പങ്കുവെക്കുകയും ചെയ്തു. ഇത് സംസ്ഥാനങ്ങളും വയനാട്ടിലെ ദുരന്ത ബാധിതരുടെ കണ്ണീര് കാണണമെന്നും രാഷ്ട്രീയം കളിക്കരുതെന്ന ആമുഖ കുറിപ്പോടുകൂടിയാണ് അമിത്ഷായുടെ മറുപടി അവർ പങ്കുവെച്ചത്. ഏതായാലും ഈ മറുപടി പറഞ്ഞിരുന്നത് വളരെ വ്യക്തമായ 3 കാര്യങ്ങളാണ്. ഒന്ന്, കേരളം സമർപ്പിച്ചിരിക്കുന്നത് 2114.68 കോടിയുടെ ധനസഹായമാണ്. അതുപോലെ തന്നെ ആവശ്യമാണ് ഉന്നയിച്ച് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല. എന്നാൽ 60 കോടി രൂപ അവിടെയുള്ള മാലിന്യങ്ങൾ നീക്കാൻ വേണ്ടി അടിയന്തരമായി അനുവദിച്ചു നൽകിയിട്ടുണ്ട്. അത് ഇതുവരെ ചെലവഴിച്ചു. അതേപോലെ തന്നെ സ്റ്റേറ്റ് ദുരന്ത നിവാരണ ഫണ്ടിൽ അത് തുകയുള്ള ശബ്ദ സംപ്രേഷണത്തിൽ ചെറിയ തകരാറുണ്ട്. വയനാട് ദുരന്ത ബാധിതരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് പ്രിയങ്ക ഗാന്ധിക്ക് കേന്ദ്രമന്ത്രി അമിത്ഷാ മറുപടി നൽകി. വയനാടിന് കേന്ദ്ര സഹായമായി 145.6 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. SDRF ഫണ്ടിൽ 782.99 കോടി സംസ്ഥാനത്തിന് ബാക്കിയുണ്ടെന്നും അമിത്ഷാ പറയുകയാണ്. കേരളത്തെ പൂർണ്ണമായും കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു മറുപടിയാണ് അമിത്ഷായുടെ ഭാഗത്ത് നിന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഡൽഹിയിൽ നിന്നും ശരത് ലാലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.